Is this visible? Yes, ma'am. This is your second experiment. Third part, setting out of a building using tape. Setting out is also known as tracing out, and it can be done by center line method using Pythagoras theorem, 3, 4, 5 method. Please watch this video. Can you hear this video? Audible? മനസ്സിലാവുന്നില്ല ക്ലിയർ. ഫുൾ ലാഗ് ആണ്. സെറ്റിംഗ് ഔട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശമൊന്നുമില്ല, നമ്മുടെ വീടൊക്കെ പണിയുന്ന പരിപാടി എന്താണ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം, പക്ഷെ ക്ലിയർ അല്ല, ഇതൊക്കെ വലിച്ചു കിട്ടുന്ന എക്കോ അടിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ വീഡിയോ ക്ലാസ് റൂമിൽ നിന്ന് വാച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ എന്താ സെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ പോയിട്ട് നോക്കിയാൽ മതി. ഓക്കെ? ഓക്കെ മാം. സെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു പ്ലാൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു വീട് പണിയണമെങ്കിൽ ആദ്യം അതൊരു കുറ്റിയടിക്കണം അല്ലേ? നമ്മുടെ പ്ലാൻ നമ്മളൊരു ഗ്രൗണ്ടിലേക്ക് ട്രേസ് ചെയ്യണേ, ആ മെത്തേഡിനെയാണ് സെറ്റിംഗ് ഔട്ട് എന്ന് പറയാം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഒന്നുകൂടെ പറയുമോ? നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളൊരു വീട് പണിയാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആ പ്ലാൻ നമുക്ക് ഗ്രൗണ്ടിലേക്ക് നമ്മൾ വരച്ചിട്ടാവൂലേ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ട്രേസ് ചെയ്യണേ, അതിനെയാണ് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ കുറ്റി അടിക്കില്ലേ, വീടിനൊക്കെ കുറ്റി അടിക്കാന്ന് കണ്ടിട്ടില്ലേ? യെസ് മാം, മനസ്സിലായി. അതാണ് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുമല്ല. അപ്പൊ ജസ്റ്റ് വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ? പിന്നെ റെക്കോർഡൊക്കെ മാനുവലിൽ തന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എഴുതുമ്പോൾ ഞാൻ പറയുന്ന പോലെ എഴുതാം. പ്ലീസ് നോട്ട് ഡൗൺ. പ്ലീസ് നോട്ട് ഡൗൺ. യെസ് മാം. റിസൾട്ട് diagonal length of room equal to diagonal length of room equal to, you have to find out the diagonal length of room. You have to find out the diagonal length of room. അപ്പോൾ നമ്മൾ റിസൾട്ട് എഴുതുമ്പോൾ നമ്മൾ ആ ഡയഗണൽ ലെങ്ത് ഓഫ് റൂം ആണ് എഴുതണ്ടേ. given datas length of room 5 meter, length of room 5 meter, breadth of room 4 meter, breadth of room 4 meter, then wall thickness equal to 20 centimeter. Wall thickness equal to 20 centimeter. നിങ്ങൾ ആ വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയഗണൽ ലെങ്ത് അതിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂ വേണം റിസൾട്ട് എഴുതാൻ. ഓക്കെ? ഓക്കെ മാം. Moving to next experiment, third experiment. Is this visible? No ma'am.
Is this visible? Yes, ma'am. Third experiment, A part, study of instrument in leveling. Third experiment, A part, study of instrument in leveling. This experiment leveling is used to find the relative heights and depth of object on the surface of the earth, and it deals with the measurement in the vertical plane. Is this clear? Yes, ma'am. മാം ഇത് എഴുതിയെടുക്കണോ ഇപ്പോൾ? വേണ്ട, ലാബ് മാനുവൽ അപ്ലോഡ് ചെയ്യും ക്ലാസ് റൂമിൽ. ഓക്കെ. പറയണത് മാത്രം എഴുതിയെടുത്താൽ മതി. നോട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം എഴുതിയെടുത്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ലെവലിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഹൈറ്റോ അല്ലെങ്കിൽ ഡെപ്തോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവലിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ മാം. Then two type of instruments are used in leveling. First one level and second leveling staff. In this, level is used to provide a horizontal line of sight. Level is used to provide a horizontal line of sight, and it consists of telescope, level tube, leveling head, and tripod. Next, dummy level is a type of level, and it also consists same parts: leveling head, magnetic compass plate, telescope, bubble or level tube, tripod stand. This is a figure of leveling staff. This is a figure of leveling staff. Dummy level. This is a figure of dummy level. From this, you can see the telescope. It consists of the body, object class, and eyepiece. Can you see? Yes, ma'am. This is the telescope consisting object class and eyepiece. Then you can see the magnetic compass. Prismatic type compass is used in dummy level. And next, bubble or level tube. You can see bubble tube. It is attached on the top of the telescope or otherwise side of the telescope. Then tripod stand. It is used to support the level. It is used to support the level. Then this is also represents the dummy level. You should draw this figure in record. ഇതും ലാബ് മാനുവലിൽ ഉണ്ട്, നിങ്ങൾ വരച്ചെടുക്കണമെന്നില്ല. ഓക്കെ അല്ലേ? Yes, ma'am. Next, this is the tripod stand to support the level. This is the tripod stand to support the level. Then these are the temporary adjustments of a level. When we place a leveling instrument, first of all we want to setting up the level, then leveling, then elimination of parallax. This parallax means a error on the leveling. It can be eliminated by focusing the eyepiece and objective. Details of this also described in lab manual. Please go through this. Okay. Okay, ma'am. Next, leveling staff. It is a straight rod having graduations. It is a rod having gradation, and
types of leveling staffs are there: self-reading staff and target staff. This is a figure representing the leveling staff. Foot of the staff represents the zero reading. Foot of the staff represents the zero reading. Then it is used to determine the amount by which the station is above or below the line of sight. That means height or depth of object. Height or depth of object. നമ്മൾ ഈ സ്റ്റാഫ് യൂസ് ചെയ്യണത് ഹൈറ്റും ഡെപ്തും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് in this figure red color 1 2 3, you can see it represents the reading in meter. Red color 1 2 3 4 represents the reading in meter. Then you can see black color reading 1 2 etc. It represents the centimeter. Okay, is that clear? Yes, ma'am. അപ്പോൾ ഈ റെഡ് കളറിലുള്ളത് മീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളറിലുള്ളത് സെന്റിമീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Then each line black and white represent 5 mm. Each line black and white represent 5 mm. That means least count of leveling staff is 5 mm or 0.005 meter. അപ്പോൾ നമ്മൾ ഈ സ്റ്റാഫിൽ കാണുന്ന ഈ ഓരോ ഗ്രാജുവേഷൻ, ഈ ഓരോ ലൈൻസ് ഇല്ലേ, ബ്ലാക്കും വൈറ്റും ഓൾട്ടർനേറ്റ് ചെയ്ത് കാണാനില്ലേ, 5 mm ആണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത്. അപ്പൊ ഈ ഓരോ ബ്ലാക്ക് കളർ ആയാലും ഓരോ വൈറ്റ് കളർ ആയാലും റെപ്രസെന്റ് ചെയ്യുന്നത് 5 mm ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പോയിന്റിലത്തെ ആണോ ഹൈറ്റ് അറിയേണ്ടത് അവിടെയാണ് നമ്മൾ ഈ ലെവലിംഗ് സ്റ്റാഫ് കൊണ്ടുവയ്ക്കുക. അതിൽ നിന്ന് നിന്നിട്ട് നമ്മൾ റീഡിങ് എടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിന്റെ ഹൊറിസോണ്ടലായി വരുന്ന റീഡിങ് ആണ് എടുക്കുക. അതിന്റെ റീഡിങ് എങ്ങനെയാ വായിക്കുക എന്നുള്ളതാണ് ഈ മീറ്ററും സെന്റിമീറ്ററും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ് മാം. Next, these are some terms used in leveling. First of all, datum. It is any surface to which the elevations are referred. Then elevation, vertical distance above or below the datum surface. Then benchmark. It is the non-datum and it means relatively permanent point of reference. Then reduced level, height of depth of above or below the datum. ഡാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് സർഫസിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഒരു റെഫറൻസ് ആയിട്ട് എടുക്കണ സർഫസിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ഹൈറ്റ് ആയാലും ഡെപ്ത് ആയാലും പറയണമെങ്കിൽ ഒരു റെഫറൻസ് ലൈൻ വെച്ചിട്ടാണല്ലോ പറയാ. അതിനേക്കാൾ ഇത്ര ഹൈറ്റ് ആണ്, അതിനേക്കാൾ ഇത്ര താഴെയാണെന്നല്ല പറയാ. അതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതുപോലെ എലിവേഷൻ അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഹൈറ്റ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഹൈറ്റ് ആയാലും ഡെപ്ത് ആയാലും അതിനെയാണ് എലിവേഷൻ ഓർ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. ദെൻ ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ലെവലിംഗ് സ്റ്റാഫ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഒരു പെർമനന്റ് പോയിന്റ് ഓഫ് റെഫറൻസ് എടുക്കും, നോൺ ഡാറ്റ ആയിരിക്കും. അതാണ് ബെഞ്ച് മാർക്ക്. ഇസ് ദാറ്റ് ക്ലിയർ? യെസ് മാം. നെക്സ്റ്റ്, line of collimation. Line of collimation is the imaginary line joining the intersection of the crosshairs of the diaphragm to the optical center of the object class and its continuation. Then axis of telescope, it is the imaginary line joining the center of eyepiece and center of object class. Then axis of bubble tube, it is the imaginary line tangential to the
longitudinal curve of the bubble tube at its midpoint. ഇപ്പൊ നിങ്ങൾ ഈ ടേംസ് ഒന്നും ഇപ്പൊ അറിഞ്ഞിരിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വൈവ ചോദിക്കുമ്പോൾ ഈ ടേംസും ചോദിക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻസ് ടേംസ് ആണ്. ഇതെന്താ റെപ്രസെന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ലെവലിംഗ് ഡെംബി ലെവൽ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതില് നമ്മള് ടെലിസ്കോപ്പിന് ഒരു ഒബ്ജക്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഒരു ഐ പീസ് ഉണ്ട് അല്ലേ? യെസ് മാം. ഈ ഐ പി സി കൂടിയാണ് നമ്മൾ നോക്കുക. നമ്മൾ ഈ ലെവലിംഗ് സ്റ്റാഫിലേക്ക് ഫോക്കസ് ചെയ്യുക ഐ പി സി കൂടിയാണ്. ആ ഐ പി സി തൊട്ട് ഒബ്ജക്ട് ക്ലാസും അതിന്റെ കണ്ടിന്യൂവേഷൻ വരുന്നതാണ് ലൈൻ ഓഫ് കൊളിമേഷൻ. ആ ഹൊറിസോണ്ടൽ ലൈനെയാണ് ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്ട് ക്ലാസ് തൊട്ട് ഈ ഐ പി സി വരെയുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഇമാജിനറി ലൈനെയാണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് ഇതിന് ടാൻജൻഷ്യലായി വരുന്നത്, ബബിൾ ട്യൂബിന്റെ ടാൻജൻഷ്യലായി വരുന്നതിനെയാണ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? യെസ് മാം. നെക്സ്റ്റ്, backside. These are the main important terms used. Backside. Backside is the first staff reading taken after the level is set up at a station, or it is also known as staff reading taken from a non-benchmark. Then foresight. It is the last staff reading taken before shifting the instrument, and it is also the staff reading taken on a point whose reduced level is to be determined. അപ്പോൾ നമ്മളൊരു ലെവലിംഗ് പ്രോസസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫസ്റ്റ് എടുക്കണ ലെവലിംഗ് സ്റ്റാഫിൽ നിന്ന് എടുക്കണ ഫസ്റ്റ് റീഡിങ്ങിനെയാണ് ബാക്ക് സൈറ്റ് എന്ന് പറയുക. ആ ബാക്ക് സൈറ്റ് എടുക്കാന്ന് വെച്ചാൽ നമ്മളൊരു ബെഞ്ച് മാർക്ക്, നമുക്കൊരു നോൺ ബെഞ്ച് മാർക്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നോൺ ഡാറ്റ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് എടുക്കണ സ്റ്റാഫ് റീഡിങ്ങിനെയാണ് ബാക്ക് സൈറ്റ് എന്ന് പറയാം. അതുപോലെ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേസ് ചെയ്തിട്ട് ലാസ്റ്റ് എടുക്കുന്ന റീഡിങ്ങിനെയാണ് പറയാ, ലാസ്റ്റ് ലെവലിംഗ് സ്റ്റാഫിൽ നിന്ന് എടുക്കുന്ന റീഡിങ്ങിനെയാണ് പറയാ ഫോർസൈറ്റ്. മനസ്സിലായോ? യെസ് മാം. നെക്സ്റ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്. സ്റ്റാഫ് റീഡിംഗ് taken on a point of unknown reduced level between backside and foresight, reading from the same setup of the level. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലെവലിംഗ് പ്രോസസ് ചെയ്യുമ്പോൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒരുപാട് പോയിന്റ്സിന്റെ റെഡ്യൂസ് ലെവൽസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പൊ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന പോയിന്റ്സിനെയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന റീഡിങ്സിനെയാണ് ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയാം. ഓക്കെ. Next, height of instrument. Reduce level of the line of collimation when the instrument is correctly leveled. നമ്മൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മളൊരു ബെഞ്ച് മാർക്കിൽ നിന്ന് ബാക്ക് സൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റ് റീഡിങ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അത് രണ്ടും ബെഞ്ച് മാർക്ക് നമുക്ക് നോൺ ഡാറ്റം പ്ലസ് ബെഞ്ച് ബാക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് ആണ് അത്. ഓക്കെ. Then change point. It is the intermediate staff station taken for the purpose of changing the position of the instrument. ഇപ്പൊ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് തന്നെ വിസിബിൾ അല്ലെങ്കിൽ നമ്മൾ ആ പൊസിഷൻ ഇൻസ്ട്രുമെന്റ് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനെയാണ് ചേഞ്ചിങ് പോയിന്റ് എന്ന് പറയാം, ഓർ ടേണിംഗ് പോയിന്റ്. ഓക്കെ. ഇസ് ദാറ്റ് ക്ലിയർ ഫോർ യു? യെസ് മാം. From this figure, BM represents the benchmark. Then, first reading taken from the benchmark is backside, BS. Okay. Then, height of instrument can be determined by adding benchmark and backside. Is it clear? Yes, ma'am. Then last reading taken from turning point or changing point is foresight, FS. Okay.
This is your first study of instrument. Then next, third experiment, second part, fly leveling. Fly leveling is also called as differential leveling, and it is the process of determining reduced levels between 2 points. Then height of instrument is determined by adding backside to the benchmark. Then keeping this height of instrument value as reference level. Then reduced levels of all other points are determined by taking intermediate sites and foresight. This is, I have already told this. Next, aim of this experiment is to establish the level difference between two given points. Aim of this experiment is to establish the level difference between 2 points. Okay. All other details are given in lab manual. Then next, procedure of the experiment. You can see A, B, C, D. These are the given points to find out the reduced level at A, B, C, D. First, place leveling staff at A. Then set up the instrument near to the benchmark. Set up the instrument near to the benchmark. Then take the reading from benchmark. It is called backside. Then take reading at point B and C. It is the intermediate side. Then last reading at point D. It is the foresight. Mark and record the readings. Is it clear? Yes, ma'am. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് പ്ലേസ് ചെയ്യേണ്ടത് ബെഞ്ച്മാർക്കിന് അടുത്തായിട്ടായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുക ബെഞ്ച് മാർക്കിന്റെ അവിടെ വെച്ചിട്ടുള്ള ലെവലിംഗ് സ്റ്റാഫിൽ നിന്ന് എടുക്കണം ഫസ്റ്റ് റീഡിങ്ങിനെയാണ് ബാക്ക് സൈറ്റ് എന്ന് പറയാ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റീഡിങ് ഏതാ വരുന്നതില് ഡി ആണ് വരുന്നത്. ആ പോയിന്റിൽ എടുക്കുന്നതാണ് ഫോർ സൈറ്റ്. അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നത് ബാക്ക് സൈറ്റിന്റെയും ഫോർ സൈറ്റിന്റെയും ഇടയിൽ വരുന്ന റീഡിങ്സ് ആണ് ഇന്റർമീഡിയറ്റ് സൈറ്റ്സ്. ഓക്കെ. Yes, ma'am. I have already discussed the procedure. Then this is an example for calculation of height of collimation method. So നിങ്ങൾ ലെവലിംഗ് ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് മെത്തേഡ് ഉണ്ട്. ഹൈറ്റ് ഓഫ് കൊളിമേഷൻ മെത്തേഡും ചെയ്യാം, റൈസ് ആൻഡ് ഫോൾ മെത്തേഡും ചെയ്യാം. പ്ലീസ് നോട്ട് ഡൗൺ, റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആണ് മോർ ആക്യുറേറ്റ് മെത്തേഡ്. നിങ്ങൾക്ക് വൈവ ചോദിക്കുമ്പോൾ ഇതെല്ലാം ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ള പോയിന്റ്സ് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആണ് മോർ ആക്യുറേറ്റ് മെത്തേഡ്. രണ്ട് മെത്തേഡ് ഉണ്ട്, ഹൈറ്റ് ഓഫ് കൊളിമേഷൻ മെത്തേഡ് ഓർ height of instrument method. Height of collimation method or height of instrument method. Second method, rise and fall method. Note it down. Yes, ma'am. Okay, this is an example for height of collimation method. Here 100, you can see from reduced level column 100. It is the benchmark. It is the benchmark, that means non-datum. Then backside, intermediate site and foresights are given. Then we have to find out the reduced level at B, C and D. And
Also, we have to find out the height of collimation or height of instrument. First of all, to calculate height of instrument by adding backside and benchmark. That means 100 plus 0.665, that is 100.665. It is height of instrument. It is height of instrument. Is it clear? Yes, sir. Yes, ma'am. Then reduce intermediate sides and foresight from height of instrument value. 100.665 minus 0.825. Then we get reduced level at B, 99.840. Then to find reduced level at C, we can subtract height of instrument and intermediate site at C. That is 100.665 minus 2.540. Then we get 98.125. Then to find out reduced level at D, subtract height of instrument value and foresight at D. That means 100.665 minus 0.385. We get 100.280. Is it clear? Yes, ma'am. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കൊരു നോൺ ഡാറ്റ ഉണ്ടായിരിക്കും, അതാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയാം. അപ്പൊ ആ ബെഞ്ച് മാർക്ക് നമുക്ക് അറിയാം. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന വാല്യൂസ് ആണ് ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്. ഇനി അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റെഡ്യൂസ് ലെവൽസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ആ നോൺ ഡാറ്റം അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിന് ഓരോ ഇന്റർമീഡിയറ്റ് സൈറ്റ്സും ഫോർ സൈറ്റും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ലെവൽ അറ്റ് ബി സി ഡി കിട്ടും. ഓക്കെ അല്ലേ? യെസ് മാം. ദെൻ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെക്ക് ഉണ്ട്. അതാണ് സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് റെഡ്യൂസ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ. Sum of backside equal to 0.665 and sum of foresight equal to 0.385. We can subtract this. We get 0.280. Then last reduced level 100.280 and first reduced level 100. After subtraction, we also get 0.280. That means this check is correct. നമ്മൾ ചെയ്ത റെഡ്യൂസ് ലെവല് തെറ്റല്ലാന്ന്. അപ്പൊ ഇതാണ് നമുക്ക് ആക്യുറസി ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ? യെസ് മാം. നെക്സ്റ്റ്, this is an example for rise and fall method. Here also benchmark is given and backside and intermediate site and foresights are given. Then find out the reduced level at B, C, D. First we want to find rise and fall. To find rise and fall, we want to subtract backside at A and intermediate side. That means 0.665 minus 0.825, we get minus 0.16. Minus 0.16. This negative sign indicates it is fall. Then write it in
column fall. Then subtract 0.825 minus 2.540. Then we get negative 1.715. That means it is in fall. Then subtract 2.540 and 0.385. We get 2.155. Positive sign, it indicates the rise. Then after finding out rise and fall, we can find out reduced levels by reduced level at B equal to 100 minus 0.16. 100 minus 0.16, then we get 99.84. Then reduced level at C equal to 100 minus 1.715. Sorry, 99.84 minus 1.715. Then we get reduced level at C 98.125. Then find reduced level at D by adding 98.125 plus 2.15. Then we get 100.280. അപ്പോൾ നമ്മൾ റെഡ്യൂസ് ലെവൽ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കിട്ടിയ എല്ലാ ബാക്ക് സൈറ്റ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഫോർ സൈറ്റ് ഒക്കെ മൈനസ് ചെയ്ത് നോക്കാം. ഇപ്പൊ എ ബി മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണെന്ന് വെച്ചാൽ അത് ഫോൾ എഴുതാം. അതുപോലെ തന്നെ ബി സി മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഫോൾ എഴുതാം. അതുപോലെ സി ഡി മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടുകയാണെങ്കിൽ റൈസിൽ എഴുതാം. ഇനി ഇതിന് നമ്മൾ റെഡ്യൂസ് ലെവൽ കാണാന്ന് വെച്ചാൽ നമുക്ക് നോൺ ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ബെഞ്ച് മാർക്കിൽ ഫോൾ ഉള്ള വാല്യൂസ് മൈനസ് ചെയ്യാം, റൈസ് ഉള്ള വാല്യൂ ആഡ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ റെഡ്യൂസ് ലെവൽ അറ്റ് ബി, അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 100 ബെഞ്ച് മാർക്ക് നമ്മൾ നോൺ വാല്യൂ ആണ്, അതിൽ നിന്ന് 0.16 മൈനസ് ചെയ്യാം. അപ്പൊ ദെൻ വി ഗെറ്റ് റെഡ്യൂസ് ലെവൽ അറ്റ് ബി. അതിൽ നിന്ന് വേണം ഫോളിന്റെ വാല്യൂ മൈനസ് ചെയ്യേണ്ടത് ടു ഫൈൻഡ് റെഡ്യൂസ് ലെവൽ അറ്റ് സി. Then റൈസ് ആവുമ്പോൾ അത് ആഡ് ചെയ്യാം. ദെൻ ടു ഫൈൻഡ് റെഡ്യൂസ് ലെവൽ അറ്റ് ഡി, ആഡ് ഈ റൈസിന്റെ വാല്യൂ റെഡ്യൂസ് ലെവൽ അറ്റ് സി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100.28 കിട്ടും. ഈസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ദെൻ ഇവിടെ ഉണ്ട് നമുക്ക് ചെയ്തത് ശരിയാണെന്ന് നോക്കാനുള്ള ചെക്ക്. Sum of backside minus sum of foresight equal to last reduced level minus first reduced level, that is equal to sum of rise minus sum of fall. Then check for accuracy. Is it clear? Yes ma'am. ഈ രണ്ട് ടേബിൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്ത ഒരു റെഫറൻസിന് please note down. എഴുതിയോ?
Have you written? Yes, ma'am. Yes. Please note down this. This is only for reference. These two columns are only for reference. Have you completed? കഴിഞ്ഞോ? Yes, ma'am. Please note down these values for calculation. ഈ വാല്യൂസ് ആണ്, ഈ വാല്യൂസ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ റെക്കോർഡ് എഴുതാൻ. Please take down these values. കഴിഞ്ഞോ? Yes, ma'am.